നശ്വരമാം വീടേ എന്തിനുമോ ഹിപ്പിച്ചെന്നെ പാപക്കടലേ ത്തിൽ താഴ്ത്തി പായും ജീവിതമേ ക്ലേശിപ്പിച്ചെന്തിന്നെ നോക്കി പാർക്കും സ്ഥാനത്തിൽ നശ്വരമായ ഭവനമേ, എന്തിനാണ് നീ എന്നെ മോഹിപ്പിച്ചത്? പാപത്തിന്റെ സമുദ്രമേ, എന്തിനാണ് നീ എന്നെ നിന്റെ അടിത്തട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്? ജീവിതത്തിന്റെ മോഹമേ, എന്തിനാണ് നീ എന്നെ ക്ലേശിപ്പിച്ചത്? എന്നെ വിടുക, ഞാനിതാ എന്റെ നാഥന്റെ സന്നിധിയിലേക്ക് യാത്രയാകുന്നു. നീ മോഹിപ്പിച്ചു ദ്രവ്യവിഭൂഷകളാലെന്നെ, നീ കിളിയെ പോലെ വീഴിച്ചു കെണികളിലെന്നെ. ഞാൻ പോകും നേരം വിരലുകളിൽ നീ പിടികൂടി ഞാൻ സംഭ്രമമാർന്നു ദുസ്വപ്നം കണ്ടോനേ പോയി. ലോകമേ, നിന്റെ മോദങ്ങളാൽ നീ എത്രമാത്രം എന്നെ മോഹിപ്പിച്ചു. വേടൻ കെണിവെച്ച് കിളികളെ പിടിക്കുന്നത് പോലെ എന്തിനാണ് നീ എന്നെ വീഴിച്ചത്? ദുസ്വപ്നം കണ്ട മനുഷ്യനെ പോൽ ഞാൻ എത്രമാത്രം ഭയപ്പെട്ടുപോയി. എന്നാൽ ഇന്ന് ഞാനിതാ മോഹങ്ങളും ഭയങ്ങളുമില്ലാത്ത ലോകത്തേക്ക് എന്റെ കർത്താവിന്റെ അടുക്കലേക്ക് തന്നെ പോകുന്നു.
മോഷ്ടിപ്പോൻരാവിൽ മോഷ്ടിക്കും മറയും ശീഘ്രം നീയാ പടുചോരൻ കയ്യേറി എൻ ധനമെല്ലാം എൻ സൗന്ദര്യത്തെ നിശേഷം ഗൂഢം നീക്കി നാഥൻ തൻ നഗ്നൻ ഞാൻ ലജ്ജിതനാകും. കള്ളൻ രാത്രിയിൽ മോഷ്ടിക്കാൻ വരുന്നതുപോലെ നശ്വരമായ ലോകമേ, നീ എന്നിലെ എത്രയോ സദ്ഗുണങ്ങളെ കവർന്നെടുത്തു. എന്റെ ആത്മീയ സൗന്ദര്യത്തെയും നീ ഇല്ലാതാക്കി. അയ്യോ, എന്റെ നാഥന്റെ മുമ്പിൽ ഞാൻ നഗ്നനായി തീരുമല്ലോ എന്ന വിചാരം എന്നെ ലജ്ജിപ്പിക്കുന്നു. മായകളുടെ പിമ്പേ പോയി ഞാൻ മൂഢത മൂലം. ഞാൻ കണ്ടവയെല്ലാം ശാശ്വതമെന്ന് അഭിമാനിച്ചേ യൗവനമോഹത്താ ഞാനവയിൽ തൽപരനാകെ മരണം വന്നൻ മോദപ്പൂ ഹന്തകവർന്നു. എന്റെ മനസ്സിന്റെ മൗഢ്യത കാരണം ഞാൻ ഈ ലോകമായകളുടെ പിന്നാലെ പോയതോർത്ത് നാണിക്കുന്നു. ഈ ലോകത്ത് കാണുന്നതെല്ലാം ശാശ്വതമാണെന്ന് ഞാൻ വ്യർത്ഥമായി ചിന്തിച്ചു പോയി. ഹാ മരണമേ, ഇന്ന് നിന്റെ ജയം നഷ്ടമായിരിക്കുന്നു. ഇതാ കണ്ടാലും അനശ്വരമായ ലോകത്തേക്ക് ഇന്ന് ഞാൻ പോകുന്നു.
എൻ വായ്ക്കേഴുന്നു നെടുവീർപ്പേറിയിടുന്നുള്ളിൽ കണ്ണുകളിൽ ഞാൻ ബദ്ധൻ വാഗ്ദാനം കേട്ടുകൾ നീക്കണമേ യേശു നിന്നെ ഞാൻ വാഴ്ത്തും. എന്റെ ദൈവമേ, ഈ ലോകബന്ധത്താൽ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളൊക്കെയും മലിനപ്പെട്ടിരിക്കുന്നു. എൻ്റെ അധരങ്ങൾ ദൈവമേ നിനക്കായി കേണുകൊണ്ടിരിക്കുന്നു. നിന്നോട് ഞാൻ നിലവിളിക്കുന്നു. എൻ്റെ ഉള്ളം വേദന കൊണ്ട് ഞരങ്ങുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ കെട്ടുകളെ നീക്കണമേ, എൻ്റെ ബന്ധനങ്ങളെ അഴിക്കണമേ. എന്നാലോ കർത്താവേ, നിന്നെ എന്നും ഞാൻ സ്തുതിക്കും. ആകസ്മികമാകും വേദനയാ ഞെട്ടിപ്പോയി ഞാൻ. രോഗം മൂർച്ഛിച്ചു മൃതി വന്നൻ പിടികൂടി. ദൃശ്യങ്ങൾ നീങ്ങി മർദ്ദിച്ചെന്നെയ ദൃശ്യങ്ങൾ രക്തം പുണ്യം നൽകി വാഴ്ത്തും ഞാൻ നിന്നെ. പെട്ടെന്നുണ്ടായ ഭയങ്കര വേദനയാൽ എൻ്റെ ഉള്ളം പതറിപ്പോയിരിക്കുന്നു. രോഗമെന്നെ പിടികൂടിയിരിക്കുന്നു. അദൃശ്യ ശക്തികൾ എന്നെ മർദ്ദിക്കുന്നു. കർത്താവേ, നിന്റെ ശരീരം ഞാൻ ഭക്ഷിച്ചിരിക്കുന്നുവല്ലോ, നിന്റെ രക്തം ഞാൻ പാനം ചെയ്തിരിക്കുന്നുവല്ലോ. അതിനാൽ എൻ്റെ ദൈവമേ, എന്നെ നീ രക്ഷിച്ചുമിരിക്കുന്നു. പാറിപ്പോയി ജീവൻ മുമ്പേ ചെന്ന്
നിൻ കൃത്യങ്ങൾ ന്യായേശൻ മുമ്പിൽ എന്നെ നോക്കി പാർക്കുന്നു. എന്തിഹ ഞാൻ ചെയ്യൂ എന്റെ രഹസ്യം വെളിവാകും. എന്നെ വിധിക്കല്ലേ പാപികളിൽ കൃപയുള്ളോനേ. എന്റെ കർത്താവേ, എന്റെ ജീവൻ എന്നിൽ നിന്നും എടുക്കപ്പെടുന്നതിന് മുമ്പേ എന്റെ പാപങ്ങൾ നിന്റെ തിരുമുമ്പിൽ എത്തിയിരിക്കുന്നുവല്ലോ. ദൈവമേ, എല്ലാ രഹസ്യങ്ങളും നിന്റെ സന്നിധിയിൽ വെളിവാകുന്നുവല്ലോ. എന്റെ നാഥാ, എന്നെ നീ ശിക്ഷയ്ക്കായി വിധിച്ചു കളയരുതേ. പാപികളിൽ കരുണ ചെയ്യുന്നവനെ, എന്നോടും നീ കരുണ ചെയ്യണമേ. നേരം പ്രാർത്ഥിപ്പാൻ തന്നില്ല മൃതിദൂതന്മാർ. തേജസ്സേറുന്നോർ കഷ്ടം ഞാൻ ദുഷ്കർമ്മി. എൻ ദുഷ്കൃത്യങ്ങൾ എങ്ങനെ പാർപ്പിച്ചിടും. നിന്നാജ്ഞത്താൽ ഞാൻ നിൻ കൃപയാർജിച്ചിടട്ടെ. ഇതാ ഈ ലോകത്തിലെ ജീവിതം എത്രയോ ക്ഷണികമാകുന്നു. മരണം വന്ന് എന്നെ വിളിച്ചപ്പോൾ പ്രാർത്ഥിക്കാൻ പോലുമുള്ള സമയം പോലും അനുവദിക്കപ്പെട്ടില്ല. അതിനാൽ ദൈവമേ, നിന്റെ കൃപ ഒന്നു മാത്രമാണ് എൻ്റെ ഇപ്പോഴുള്ള ആശ്രയം. എൻ്റെ കർത്താവേ, നീ കാണിക്കുന്ന ഒരാജ്ഞത്താൽ എൻ്റെ മേൽ കരുണ ചെയ്യണമേ. ബാല്യം മുതലീ ഞാൻ പുണ്യം സമ്പാദിച്ചില്ല.
വേഗം കൂടിയിടും ചിറകും ഞാൻ പ്രാപിച്ചില്ല. തീക്കടലിൻ മീതെ പാറിടാൻ ചിറകില്ലല്ലോ. തൽസ്ഥാനം കാണ്ടാൻ കഴിവേതും കാണുന്നില്ല. എന്റെ ദൈവമേ, നിന്റെ സ്നേഹമാകുന്ന പുണ്യം എൻ്റെ മേൽ ചൊരിയണമേ. ബാല്യം മുതൽ അത് പ്രാപിക്കുവാൻ ഞാൻ മറന്നുപോയിരിക്കുന്നുവല്ലോ. ദൈവമേ, നിന്റെ അടുക്കിലേക്ക് എത്തുവാനുള്ള വേഗമേറിയ ചിറകുകൾ എനിക്ക് നൽകണമേ. തീക്കടലിന്മീതെ എനിക്ക് പാർക്കേണ്ടി വരുമല്ലോ. എന്നാലോ നിന്റെ സ്ലീബാ ചിറകിൽ എന്നെയും നീ വഹിക്കണമേ. സ്ലീബാ ഭീകരമാ കടവതിലാർന്നു പാഴിരുളിൻ സേന നിവഹത്തെ പായിക്കട്ടെ. സ്ലീബാ താക്കോല പറുദീസി വാതിലിലേറി വീട്ടിൽ ആയിരിക്കുന്നവർക്ക് കാണുന്ന സമയം നമ്മൾ ഒരുക്കി കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇതാ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. Do
നീ ഉത്തമനും നൽവരങ്ങളെ സമ്പന്നനും ദാനങ്ങളുടെ ഉറവിടമാ
ശേഷം മാത്രമേ ക്രിയേറ്റീവുള്ളൂ.